അടുത്തതായിട്ടേ നമുക്ക് 10th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 9th ക്വസ്റ്റ്യൻ വരെ നമ്മൾ 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വീഡിയോ, അതിൻ്റെ മുന്നത്തെ വീഡിയോ എക്സസൈസ് 3.3യുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിരുന്നു. ദെൻ തേർഡ് പാർട്ടിൽ 10th ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലെ 10th ക്വസ്റ്റ്യൻ എന്താ? സൈൻ n+1 ടൈംസ് എക്സ് ഇൻറ്റു സൈൻ n+2 ടൈംസ് എക്സ് പ്ലസ് കോസ് n+1 ടൈംസ് എക്സ് ഇൻറ്റു കോസ് n+2 ടൈംസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ഫോളോവിങ്ങിൽപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് അടുക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്, കോസ് എ മൈനസ് ബി. എന്തായിരുന്നു കോസ് എ മൈനസ് ബിയുടെ ഫോർമുല? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അതായത് ആദ്യം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചിന്തിച്ച് കഴിഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ഇങ്ങനെ ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്താം? കോസ് എ മൈനസ് ബി എന്ന് എഴുതാം. റെഡി? ഇങ്ങനെ ഒരു ഫോർമുല നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലൻ്റെ രൂപത്തിലേക്ക് നമ്മൾ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനെ തന്നെ ഞാൻ എങ്ങനെ എഴുതുന്ന അറിയോ? ഇവിടെ ക്വസ്റ്റ്യനിൽ സൈൻ n+1 ടൈംസ് എക്സ് ഇൻറ്റു സൈൻ n+2 ടൈംസ് എക്സ്, അത് കഴിഞ്ഞിട്ടാണ് കോസിൻ്റെ ടേം. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആദ്യം ഈ കോസിൻ്റെ ടേം എഴുതും. ഈ കോസിൻ്റെ ടേമിൽ തന്നെ ആദ്യം ഞാൻ വലിയ ആംഗിൾ n+2 ടൈംസ് എക്സിനെ ഞാൻ ആദ്യം എഴുതും. ദെൻ n+1 ടൈംസ് എക്സിനെ എഴുതും. എങ്ങനെ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൻസറിലേക്ക് എത്തും. പക്ഷേ കുറച്ചും കൂടി സ്റ്റെപ്പ് കുറയാം ആ രൂപത്തിൽ ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ എഴുതാം കോസ് n+2 ടൈംസ് എക്സ് ഇൻറ്റു കോസ് n+1 ടൈംസ് എക്സ് പ്ലസ് സൈൻ n+2 ടൈംസ് എക്സ് ഇൻറ്റു സൈൻ n+1 ടൈംസ് എക്സ് എന്ന് ഞാൻ തന്ന ക്വസ്റ്റിനെ മാറ്റി എഴുതി. ഇത് എഴുതുന്ന സമയത്ത് ഇത് ഏത് മോഡലായി? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. എന്താ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി? എന്താ കോസ് എ മൈനസ് ബി അല്ലേ? അത് പ്രകാരം ഞാൻ ഇതിനെ കോസ് എ മൈനസ് ബി എന്ന് എഴുതും. ഇവിടെ എക്ക് പകരം ആരാണ്? n+1 ടൈംസ് എക്സ്, ബിക്ക് പകരം n+1 ടൈംസ് എക്സ്. അങ്ങനെയാണെങ്കിൽ കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് n+2 ടൈംസ് എക്സ് മൈനസ് n+1 ടൈംസ് എക്സ്. ഇങ്ങനെ വരിക. ഇതിൻ്റെ വാല്യൂ കാണാൻ എങ്ങനെ ചിന്തിച്ചാൽ മതി എന്നറിയോ? നിങ്ങളോട് ഞാൻ ചോദിച്ചു 5x മൈനസ് 4x എന്താണെന്ന് ചോദിച്ചു. എക്സ് എന്നല്ലേ നിങ്ങൾ പറയാം. റെഡി? കാരണം 5 - 1 എന്താ? 5 - 4 എന്താ? 1 ആണ്. അപ്പോൾ 5x മൈനസ് 4x എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ആണെന്ന് പറയും. ഇതേപോലെ തന്നെയാണ്. അതായത് ഈ 4-നേക്കാളും എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ 4-നേക്കാളും 1 കൂടുതലാണ് 5. അതുകൊണ്ട് ഇതിനേക്കാൾ 1 കൂടിയത് ടൈംസ് എക്സിൽ നിന്ന് ആ എക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് ആയിരിക്കും ആൻസർ കിട്ടുക. ഇതേപോലെ തന്നെ ഈ n+1-നേക്കാൾ 1 കൂടുതലല്ലേ n+2. അപ്പോൾ n+2 ടൈംസ് എക്സിൽ നിന്ന് n+1 ടൈംസ് എക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് അല്ലേ കിട്ടുക. ദാറ്റ്സ് വൈ ഫൈനൽ ആൻസർ ബിക്കം കോസ് എക്സ്. ഇതല്ലേ നമ്മോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ച്? ഈസി ആയി ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? കോസ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് 3π/4 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു -√2 sin x എന്ന് പ്രൂവ് ചെയ്യണം. എടാ ഇത് റിഡക്ഷൻ ഫോർമുല അല്ല. കാരണം അത് റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ആംഗിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും വരിക. അതായത് π/2 π 3π/2 2π എന്നുള്ള രൂപത്തിലായിരിക്കും വരിക. പക്ഷെ ഇത് 3π/4 ആണ്. അതായത് നമ്മൾ ബൗണ്ടറി ആംഗിൾസുമായിട്ട് എന്തില്ല, ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കാം നമുക്ക്. അതായത് കോസ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് 3π/4 മൈനസ് എക്സ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സം ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതായത് സം ഫോർമുലയിൽ പറയണത് കോസ് സി പ്ലസ് കോസ് ഡി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആവശ്യം വരെ കോസ് സി മൈനസ് കോസ് ഡി ആണ് അല്ലേ. കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ പഠിച്ച ഫോർമുല ഇതാണ്: -2 സൈൻ സി പ്ലസ് d/2 ഇൻറ്റു സൈൻ സി മൈനസ് d/2. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേ രൂപത്തിൽ ഇതിനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ സിക്ക് പകരം π/4 പ്ലസ് എക്സ് ആണ്, അതേപോലെ ഡിക്ക് പകരം 3π/4 മൈനസ് എക്സ് ആണ്. അപ്പോൾ 3π/4 പ്ലസ് എക്സ് സിക്ക് പകരം 3π/4 മൈനസ് എക്സ് ഡിക്ക് പകരം. ആ രൂപത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. കോസ് ഓഫ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ്
3π/4 മൈനസ് എക്സ്. ഇതിനെ കോസ് ഇ മൈനസ് കോസ് ഡി എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 എന്ന് പറഞ്ഞാൽ 3π/4 പ്ലസ് എക്സ് പ്ലസ് 3π/4 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 3π/4 പ്ലസ് എക്സ് മൈനസ് ഓഫ് 3π/4 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി ഇതിനെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവും. 3π/4 പ്ലസ് 3π/4 പ്ലസ് 3π/4 എന്താ? 2 ടൈംസ് 3π/4. അതായത് 2 ടൈംസ് 3π/4 എന്ന് പറഞ്ഞാൽ 3π/2. അതായത് നമുക്ക് എഴുതി നോക്കാം. -2 സൈൻ ഓഫ് 3π/4 പ്ലസ് 3π/4 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 3π/4 ഓൾ ഡിവൈഡഡ് ബൈ 2 ആണുള്ളത് ഇൻറ്റു സൈൻ ഓഫ്. എടാ ഈ മൈനസിന് ഞാൻ ഉള്ളിലേക്ക് കൊടുത്തു. അതായത് ഇവിടെയുള്ള ഈ മൈനസിനെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആവും, മൈനസ് ഉള്ളതൊക്കെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ ആ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 3π/4 പ്ലസ് എക്സ് മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ -3π/4 പ്ലസ് എക്സ് എന്നാണ് വരിക ഓൾ ഡിവൈഡഡ് ബൈ 2. സിംപ്ലിഫിക്കേഷൻസ് നടക്കുമ്പോൾ ഈ പ്ലസ് 3π/4 മൈനസ് 3π/4 എന്താവും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക? -2 സൈൻ ഓഫ്. ഇവിടെ ഒരു ക്യാൻസലേഷൻ നടക്കും. എന്താണ്? ഇവിടെ ഈ 2/2 തമ്മിൽ എന്തായി? ക്യാൻസലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരിക -2 സൈൻ 3π/4 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് എന്താ? 2x ആണ്. 2x/2 എന്ന് വരും. ഇവിടെ 2കൾ തമ്മിൽ കട്ടാവുമ്പോൾ സൈൻ എക്സ് ആവും. ഇനി സൈൻ 3π/4ൻ്റെ വാല്യൂ കാണണം. അവിടെ സൈൻ 3π/4നെ നമുക്ക് എന്ത് ചെയ്താം? സൈൻ 3π/4 എന്നുള്ളതിനെ സൈൻ π-π/4 എന്ന് എഴുതിക്കൂടെ? സൈൻ π-θ സൈൻ തീറ്റ അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്താ? സൈൻ π/4 തന്നെയാണ്. സൈൻ π/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 1/√2 അല്ലേ? അതെ. അപ്പോൾ സൈൻ π/4ൻ്റെ ആൻസർ 1/√2 ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ -2 ഇൻറ്റു 1/√2 ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ഈ 2/√2 എന്ന് പറഞ്ഞാൽ എന്താ? അത് √2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ -√2 സൈൻ എക്സ് എന്നാണ് ആൻസർ വരിക. ഇതാണല്ലോ പ്രൂവ് ചെയ്യാനുള്ളത്. കൂടി അത് അവസാനിച്ചു. -√2 സൈൻ എക്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? sin square 6x minus sin square 4x is equal to sin 2x into sin 10x എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. sin square 6x minus sin square 4x is equal to sin 2x into sin 10x. 2-3 ഫോർമുല മിക്സ് ആയിട്ട് വരുന്ന റേറ്റ് ആണ്. ഏതായാലും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് a² മൈനസ് b² എന്ന് പറഞ്ഞാൽ എന്താ? a + b × a - b ആണെന്ന് അറിയാലോ. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇവിടെ sin square 6x മൈനസ് sin square 4x ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? a + b × a - b പ്രകാരം sin 6x പ്ലസ് sin 4x ഇൻറ്റു sin 6x മൈനസ് sin 4x എന്ന് എഴുതാം. ഇനി നമുക്കറിയുന്ന സം ഫോർമുല എന്തായിരുന്നു? sin c പ്ലസ് sin d എന്ന് പറഞ്ഞാൽ എന്താ? 2 sin c പ്ലസ് d/2 ഇൻറ്റു കോസ് c മൈനസ് d/2. ഇതുപോലെ തന്നെ sin c മൈനസ് sin d എന്ന് പറഞ്ഞാൽ 2 കോസ് c പ്ലസ് d/2 ഇൻറ്റു sin c മൈനസ് d/2. ഈ രണ്ട് ഫോർമുലാസ് നമുക്ക് അറിയണതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് c, ഇതാണ് d. sin c പ്ലസ് sin d എന്നുള്ള ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 2 sin c പ്ലസ് d/2 എന്ന് പറഞ്ഞാൽ 6x പ്ലസ് 4x/2 ഇൻറ്റു കോസ് c മൈനസ് d/2 എന്ന് പറഞ്ഞാൽ 6x മൈനസ് 4x/2 ഓൾ ഇൻറ്റു നമുക്ക് sin c മൈനസ് sin d എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? 2 cos c പ്ലസ് d/2 ഇൻറ്റു sin c മൈനസ് d/2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിൻ്റെ വാല്യൂ എന്ത് വരും? 2 cos c പ്ലസ് d/2 എന്ന് പറഞ്ഞാൽ
6x plus 4x by 2 into sin c minus d by 2 എന്ന് പറയുമ്പോൾ 6x minus 4x by 2 എന്നാണ് വരിക. ഇത് ചെയ്യുന്ന സമയത്ത് 2 sin ഇവിടെ നോക്ക് 6x plus 4x 10x അല്ലേ, 10x by 2 എത്ര 5x വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 sin 5x ഇൻറ്റു കോസ് ഇവിടെ നമുക്കറിയാം 6x minus 2x 2x ആണ്, 6x minus 4x 2x ആണ്, 2x by 2 ആൻസർ എന്ത് വരും x എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x ഇൻറ്റു 2 കോസ് ഇത് ഇതേപോലെ തന്നെ 6x plus 4x by 2 അല്ലേ, എന്തായിരുന്നു 5x അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 5x എന്നാണ് വരിക ഇൻറ്റു പിന്നെ സൈൻ 6x മൈനസ് ഇവിടെ സൈൻ 6x മൈനസ് 4x അല്ലേ, 6x മൈനസ് 4x ബൈ 2 അതെന്തായിരുന്നു എക്സ്, ഇതിൻ്റെ വാല്യൂ എക്സ് ആയിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്ത് വരും സൈൻ എക്സ് എന്ന് വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് സൈൻ 2x സൈൻ 10xയിലേക്കാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് 2 ഇവിടുത്തെ ഒരു 2 ഇവിടുത്തെ ഒരു 2 പിന്നെ ഇവിടുത്തെ ഒരു 2 ഒരു കോസ് എക്സിനെ എടുത്തു, ഒരു സൈൻ എക്സിനെ എടുത്തു. അപ്പോൾ എന്ത് വരും 2 sin x cos x എന്ന് വരൂലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ 2 sin x cos x ഇൻറ്റു, അപ്പോൾ ഞാൻ എടുത്തത് ഏതൊക്കെ ഈ 2 ഈ കോസ് എക്സിനെടുത്തു, ഈ സൈൻ എക്സിനെ എടുത്തു. ഇനി ഇതേപോലെ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ ഒരുമിച്ച് എഴുതി. അത് ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും 2 പിന്നെ വേറെ ആരുള്ളത് 2 sin 5x ഇൻറ്റു കോസ് 5x. എടാ നമുക്കൊക്കെ അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല ഇതായിരുന്നു സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin തീറ്റ കോസ് തീറ്റ എന്നറിയാം. അപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞാലോ 2 sin തീറ്റ കോസ് തീറ്റ എന്നുള്ളൊരു ടേമിനെ കണ്ടാൽ അതിനെ സൈൻ 2 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഇതിനെന്ത് ചെയ്യാം സൈൻ 2x എന്ന് എഴുതാം. അപ്പോൾ 2 sin x cos x 2 sin x cos x is equal to sin 2x എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിളിൻ്റെ ഇരട്ടി ഇവിടെ വരണം എന്ന് മാത്രം. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫോർമുലയാണ് എന്ത് 2 sin 5x ഇൻറ്റു കോസ് 5x, അതായത് 2 sin തീറ്റ ഇൻറ്റു കോസ് തീറ്റയാണ്. 2 sin തീറ്റ കോസ് തീറ്റ എന്താ സൈൻ 2 തീറ്റയാണെന്ന് അറിയാം. അതായത് ഇവിടെയുള്ള ആംഗിളിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ ഈ 5x എന്നുള്ള ആംഗിളിൻ്റെ ഇരട്ടി 10x അല്ലേ, അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇതിന് എന്ത് ചെയ്യാം സൈൻ 10x എന്ന് എഴുതാം. ഇതല്ലേ പോയുള്ളത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് 13th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഉണ്ടോ, കോസ് സ്ക്വയർ 2x ഇൻറ്റു കോസ് സ്ക്വയർ 6x ഇസ് ഈക്വൽ ടു സൈൻ 4x ഇൻറ്റു സൈൻ 8x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ എന്ത് ചെയ്യേണ്ടി വരും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യേണ്ടി വരും. എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി ചെയ്താൽ എന്നിട്ട് സം ഫോർമുല അപ്ലൈ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് എത്തും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അതായത് 13th ക്വസ്റ്റ്യനിൽ പറയുന്നത് കോസ് സ്ക്വയർ 2x മൈനസ് കോസ് സ്ക്വയർ 6x എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി ചെയ്താലോ. അപ്പോൾ കോസ് 2x പ്ലസ് കോസ് 6x ഇൻറ്റു കോസ് 2x മൈനസ് കോസ് 6x എന്ന് വരും. റെഡി. ഇനി നമുക്ക് അറിയുന്ന ഫോർമുലാസ് കോസ് സി പ്ലസ് കോസ് ഡി അറിയാം. കോസ് സി പ്ലസ് കോസ് ഡി എന്താ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇതേപോലെ കോസ് സി മൈനസ് കോസ് ഡി ഉണ്ട്. കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. റെഡി അല്ലേ. ഇങ്ങനെ ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കോസ് സി പ്ലസ് കോസ് ഡിനെ നമുക്ക് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 പ്രകാരം ചെയ്യുകയാണെങ്കിൽ എന്ത് വരും 2 കോസ് 2x പ്ലസ് 6x ബൈ 2 ഇൻറ്റു കോസ് 2x മൈനസ് 6x ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് കോസ് ഡി ആണ് അടുത്തത്. കോസ് സി മൈനസ് കോസ് ഡി ഇതിനെന്ത് ചെയ്യണം ഈ ഫോർമുല ഉപയോഗിക്കണം. ആ ഫോർമുല വെച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് വരിക മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ 2x പ്ലസ് 6x ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2 എന്ന് പറയുമ്പോൾ 2x മൈനസ് 6x ബൈ 2. ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് 2 കോസ്
ഇവിടെ 2x പ്ലസ് 6x 8x ആണ്. ബൈ 2 എന്ന് പറയുമ്പോൾ അത് 4x വരൂലേ. അപ്പോൾ ഇവിടെ വരിക 2 cos 4x ഇൻറ്റു കോസ്. ഇവിടെ നോക്കടാ, ഇവിടെ 2xൽ നിന്ന് 6x കുറക്കുമ്പോൾ -4x അല്ലേ. -4x ബൈ 2 എന്ന് വരും. എന്താ -4x ബൈ 2? -4x ബൈ 2 എന്ന് പറയുമ്പോൾ അത് -2x എന്നാണ് വരിക. ഇൻറ്റു -2 ഇൻറ്റു സൈൻ 2x പ്ലസ് 6x ബൈ 2 എന്ന് പറഞ്ഞാൽ അത് 4x വരും. ഇൻറ്റു സൈൻ 2x മൈനസ് 6x -4x ബൈ 2 എന്താ -2x എന്നാണ് വരിക. റെഡി അല്ലേ. ഇനി ഞാൻ എഴുതുന്ന സമയത്ത് 2 cos 4x ഇൻറ്റു നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. കാര്യമാണെന്ത്, അതായത് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആണെന്ന് അറിയാം. എന്താണ്, കോസിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ, കോസ് തീറ്റ ആണെന്ന് അറിയാം. ഇത് പ്രകാരം കോസിൻ്റെ ഉള്ളിൽ ഒരു -2x വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ത് വരും, cos 2x എന്നല്ലേ വരിക. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യും, cos 2x എന്ന് എഴുതും. cos 2x ഇൻറ്റു -2 sin 4x ഇൻറ്റു സൈൻ ഓഫ് -2x. എടാ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആ മൈനസ് പുറത്തേക്ക് വരൂലേ, മൈനസ് സൈൻ തീറ്റ എന്നാവും. ഇതേപോലെ സൈൻ ഓഫ് -2x എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ -sin 2x എന്നല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ -sin 2x എന്ന് എഴുതും. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ ഈ മൈനസും ഇവിടെയുള്ള ഈ മൈനസും തമ്മിൽ പ്ലസ് ആവും. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ ഈ 2നെയും cos 2x-നെയും ഇവിടെയുള്ള sin 2x-നെയും ഒരുമിപ്പിച്ച് എഴുതിയാൽ എന്താണ് വരിക, 2 sin 2x ഇൻറ്റു cos 2x ഇൻറ്റു പിന്നെ ഇവിടെയുള്ള മൈനസുകൾ ക്യാൻസൽ ആയി പോയിട്ടുണ്ടല്ലോ, ഈ മൈനസും പോയിട്ടുണ്ട്. പിന്നെ ഒരു 2 ബാക്കിയുണ്ട്, ഒരു 2 റിമൈനിങ് ഉണ്ട്, ഒരു sin 4x ബാക്കിയുണ്ട്, ഒരു cos 4x ബാക്കിയുണ്ട്. അവർ ഒരുമിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക, 2 sin 4x ഇൻറ്റു cos 4x. ഇനി നമ്മൾ മറ്റേ ഫോർമുല പ്രകാരം 2 sin തീറ്റ cos തീറ്റ sin 2 തീറ്റ അല്ലേ, അത് പ്രകാരം ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ 2 sin തീറ്റ ഇതാണ് തീറ്റ. റെഡി. അപ്പോൾ ഇവിടുത്തെ തീറ്റ എന്താ, 2x ആണ്. അപ്പോൾ 2 sin തീറ്റ cos തീറ്റ എന്ന് പറഞ്ഞാൽ sin 2 തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ sin 2 തീറ്റ എന്ന് പറയുമ്പോൾ 2x-ന്റെ ഇരട്ടി അതെന്താ 4x ഇൻറ്റു ഇവിടെ 2 sin തീറ്റ cos തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ 4x-ന്റെ ഇരട്ടി 8x ആണ്. അതിനെയും sin 2x-ന്റെ 2-ന്റെ രൂപത്തിൽ എഴുതുമ്പോൾ sin 8x എന്ന് വരും. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സൈറ്റിലേക്ക് പ്രൂവ് ചെയ്തെത്തിച്ചു. റെഡി അല്ലേ.